കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങളേവരെയും ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അഭിസംബോധന ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ഒത്തിരി പ്രതീക്ഷകൾ ലോകത്തിന് മുമ്പിലുണ്ടെങ്കിലും അതിലേറെ അമ്പരപ്പും അസ്വസ്ഥതകളും നമ്മൾ ലോകത്തിലെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യമായ ഭാരതത്തിലേക്ക് നോക്കുമ്പോൾ പുതിയ ഭരണപരിഷ്കാരങ്ങൾ എന്തായിത്തീരും എന്നുള്ള വലിയൊരു ആകാംക്ഷയിലാണ് ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മുമ്പോട്ട് നോക്കുമ്പോൾ എന്തെല്ലാമോ പ്രതിസന്ധികൾ വരുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വലിയ ജനസമൂഹത്തെയാണ് നമ്മൾ ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെങ്ങും പുതിയ വർഷമായിട്ട് നമ്മൾ ഇപ്പോൾ കണക്കാക്കുന്നത് പ്രധാനമായും ക്രിസ്തു വർഷത്തെയാണ്. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കൂടെ കടക്കുമ്പോൾ നമ്മൾ പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ഇത്രയും വർഷമായി എന്നാണ്. ഇപ്പോൾ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 2000 ചില്വാനം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിശ്വാസം ഈ പുതുയുഗം തുറന്നത്, പുതുയുഗത്തിൻ്റെ പുലരി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കാൾ ഉപരി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മാനവജാതിക്ക് ഒരു പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് തുടങ്ങിയ ആ ദിവസമാണ്. ഉയർപ്പിൻ്റെ പൊൻപിലരിയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു തൻ്റെ അനുയായികളൊക്കെ വളരെ ഭയന്ന് ഞങ്ങളെയും കൊല്ലുമോ, എന്തായിത്തീരും, അടുത്ത ദിവസം എങ്ങനെ നേരിടണം, ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ ഒക്കുമോ എന്നൊക്കെ വളരെ ഭയചകിതരായി ഇരിക്കുന്ന ശിഷ്യഗണങ്ങളുടെ നടുവിൽ ക്രിസ്തു ആ പുതു യുഗത്തിൻ്റെ പിറവിയിൽ, അതേ പുതുവർഷത്തിൽ എനിക്ക് അതേ വാക്കാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഇരു കരങ്ങളും ഉയർത്തി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട. ഈ രണ്ട് വാക്കുകൾ ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞ ഏക പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകത്തോട് ഈ പുതുവർഷ പുലരിയിൽ കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇതാണ്: ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ തവണയും ഈ ക്രിസ്തു വർഷത്തിൽ നമ്മൾ ഡേറ്റുകൾ എഴുതുമ്പോൾ, ഇതിപ്പോൾ 2017 ജനുവരി മാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മൾ വ്യംഗ്യമായി സാക്ഷിക്കുകയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് 2000-ത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞു. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്നതിൻ്റെ ഉയർപ്പിൻ്റെ വർഷങ്ങളാണ് വാസ്തവത്തിൽ നമ്മൾ ഓരോ തവണയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കാകുലരായ ശിഷ്യഗണങ്ങളോട് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് ക്രിസ്തു പറയുമ്പോൾ കർത്താവ് കൊടുത്ത കുറേ പ്രിൻസിപ്പിളുകളുടെ ഒരു ഗ്രന്ഥം കയ്യിൽ കൊടുത്തിട്ട്, പേടിക്കേണ്ട, ഈ ഗ്രന്ഥത്തിൽ നോക്കി നിങ്ങൾ ജീവിച്ചു. അല്ലെങ്കിൽ ക്രിസ്തു കുറേ അവർക്ക് ജീവിക്കാൻ, കുറേ നാളത്തേക്ക് ജീവിക്കാൻ വേണ്ടി കുറേ ഭൗതിക സമ്പത്തുകളോ എന്തെങ്കിലും നേടി അവർക്ക് കൊടുത്തിട്ട്, നമ്മുടെ അപ്പന്മാരൊക്കെ നമുക്ക് തന്ന വസ്തുക്കളും എന്തായാലും നമുക്കൊക്കെ അതിലൊരു, എനിക്കൊന്നുമില്ലെങ്കിലും ഒരു വീടുണ്ടല്ലോ, എനിക്കൊന്നുമില്ലെങ്കിലും കുറച്ച് വസ്തുക്കളുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അതുപോലെ എന്തെങ്കിലും ഭൗതികമായ ഒരു സ്വത്ത് കൈ കൊടുത്തിട്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആശ്വാസമല്ല കർത്താവ് കൊടുത്തത്. അതിലൊക്കെ വളരെ ഉപരിയായ ഒരു മഹാ ആശ്വാസമാണ് കർത്താവ് പറഞ്ഞത്. ഇനി ഞാൻ വായിക്കാൻ പോകുന്ന 2 വേദഭാഗങ്ങൾ ക്രിസ്തു തന്നെ തൻ്റെ സ്വന്തം വാമൊഴിയായ യേശു ക്രിസ്തു ലോകത്തിന് കൊടുത്ത സന്ദേശമാണ്. ഒന്നാമത് ഞാൻ വായിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു
താൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. 40 നാളോളം ശിഷ്യന്മാരുടെ കൂടെ നടന്നു. അവർക്ക് തന്നെ അംഗീകരിക്കാൻ ആദ്യം സാധിച്ചില്ല. ഞങ്ങൾ കണ്ടതല്ലേ അവൻ്റെ മരണം, ഞങ്ങൾ കണ്ടതല്ലേ അവനെ ക്രൂശിൽ തൂക്കുന്നത്, ഞങ്ങൾ കണ്ടതല്ലേ അവനെ കല്ലറയിൽ വെക്കുന്നത്. ആ കല്ലറയിൽ 3 ദിവസം ഇരുന്ന ഒരാൾ എഴുന്നേറ്റ് നടക്കുന്നെന്നോ? ഞാനും നിങ്ങളും എത്രയോ ഫ്യൂണറൽ സർവീസുകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. നമ്മളാരും കല്ലറയിൽ വെച്ച ഒരു ശവം വീണ്ടും എഴുന്നേറ്റ് വരുന്നത് പ്രതീക്ഷിക്കുന്ന പോലുമില്ല. എന്നാൽ ലോകചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു. എന്തൊരു മണ്ടത്തരമായി പറയുന്നതെന്ന് ഒരുപക്ഷെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനും അതിനെ ഒരു മണ്ടത്തരമായി കണ്ട വ്യക്തിയാണ്. പക്ഷേ 1984 അന്ന് വരെ മണ്ടത്തരമെന്ന് കരുതിയിരുന്ന മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുക എന്തോ ഒരു ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ആ കാര്യം, അത് സത്യമാണെന്ന് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നത്, എൻ്റെ ഭവനത്തിലേക്ക് വന്നത്, തകർന്ന് തരിപ്പണമായിരുന്ന എൻ്റെ വ്യക്തി ജീവിതവും വലിയ ആശങ്കകളിലായിരുന്ന എൻ്റെ ഭവനത്തെയും പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് കൈപിടിച്ച് നടത്തി. സോ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അടുത്ത ഒരു വർഷത്തിലേക്ക് കൂടെ, അത്രയും വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ സാക്ഷിക്കുന്ന പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ, ഞാൻ പറയട്ടെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒടുവിൽ ശിഷ്യന്മാരുടെ കൂടെ 40 ദിവസം ഇരുന്ന് താനൊരു വലിയ ദൗത്യം അവരെ ഭരമേൽപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞ ആ ദൗത്യ ഏൽപ്പിക്കുന്ന തൻ്റെ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് അതിനെ അറിയുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുത്ത വലിയ ആ ദൗത്യങ്ങൾ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്കാണ് ഞാനിവിടെ വായിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം, അതിൻ്റെ ഏറ്റവും അവസാന ഭാഗം 28-16 മുതലാണ് ക്രിസ്തുവിൻ്റെ അന്ത്യനിയോഗം. ആ അന്ത്യനിയോഗത്തിൻ്റെ അവസാന ഭാഗം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ, പുതിയ യുഗത്തെ നമ്മൾ എതിരേൽക്കുമ്പോൾ ഭയത്തിൻ്റെ ആവശ്യമില്ല. അതെ, ഒത്തിരി പ്രതിസന്ധികളുണ്ട്, ഒത്തിരി നമ്മുടെ മുമ്പിൽ എന്താ ഇനി നടക്കാൻ പോകുന്നതെന്നൊരു അസ്ഥിരതയുടെ ഒരു അനുഭവം പലയിടത്തും നമുക്ക് കാണാനുണ്ട്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഈ വാക്കുകൾക്കൊരു മാറ്റവുമില്ല എൻ്റെ സഹോദരങ്ങളെ. ഞാനോ, യേശുക്രിസ്തു പറയണം, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വാക്ക് തൻ്റെ കൂടെ കൂടിയ ശിഷ്യന്മാരോട് മുഴുവൻ പറയുമ്പോൾ ഈ ഒരു വാക്ക് ഇന്നും സജീവമായി ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി സജീവമാണ്. ഇന്നെ കേൾക്കുന്ന നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഇതുവരെ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല, ഇതുവരെ അത് കൂടുതൽ കാര്യമായി എടുത്തിട്ടില്ല, ആരൊക്കെയോ പറയുന്ന സന്ദേശം എന്ന് മാത്രമേ അതിനെ ധരിച്ചിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാകാം എന്നെ കേൾക്കുന്നു. പക്ഷേ യേശു നിങ്ങളോട് പറയുകയാണ്, ഞാനോ, മറ്റാരെയും വിടുമെന്നല്ല, ഇൻ പേഴ്സൺ, ഞാൻ തന്നെ ലോക അവസാനം വരെ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. യേശുക്രിസ്തു ലോകം അവസാനിക്കുമെന്ന് വ്യക്തമായി താൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതേ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, നിൻ്റെ വരവിനും ലോക അവസാനത്തിനും ലക്ഷണം ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ ക്രിസ്തു വീണ്ടും വരും. അതെ, 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ അവതരിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്ത കർത്താവ് പറഞ്ഞു, ഞാൻ ലോക അവസാനത്തോളം വിശ്വസിക്കുന്നവരുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനുശേഷം ക്രിസ്തു വീണ്ടും വരും. അതിനെക്കുറിച്ചാണ് ശിഷ്യന്മാർ ചോദിച്ചത്, കർത്താവേ, നിൻ്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം പറഞ്ഞു തരണം. ലോകത്തിലെ മിക്കവാറും എല്ലാ മതങ്ങളും ഭാരതീയ ചിന്തകളിലും ഈ ലോകത്തിന്, ഇന്നത്തെ സംവിധാനങ്ങൾക്കൊരവസാനമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന യഹൂദ തിരുവെഴുത്തുകൾ ലോകത്തിനൊരു അവസാനമുണ്ടെന്ന് ആ ജനതകൾക്ക് ബോധ്യം കൊടുത്തുകൊണ്ടല്ലേ ശിഷ്യന്മാർ ചോദിക്കുന്നത്, നിൻ്റെ വരവിനും ലോക അവസാനത്തിനും ലക്ഷണം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമേ. അപ്പം
ഈ ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ വർഷവും കടക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ആർക്കായില്ലാത്തതല്ലേ? അങ്ങ് ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഭരണാധിപന് മുതൽ ഇങ്ങ് ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്ന വ്യക്തിക്ക് വരെ പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്. അവർക്കെല്ലാം ഒരു സമാധാനത്തിൻ്റെ വാക്ക് കൊടുക്കുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അതേ ക്രിസ്തു പറഞ്ഞ മറ്റൊരു വാക്ക്. ഒന്ന്, യേശു പറഞ്ഞു ഞാൻ കൂടെയുണ്ട്. മാത്രമല്ല മറ്റൊരാളെയും കൂടെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലും കർത്താവ് നമുക്ക് തരുന്ന ആശ്വാസകരമായ വാഗ്ദാനം വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്തൊരു ആശ്വാസകരമായ വചനമാണ്. ഞാൻ പരിശുദ്ധാത്മാവെന്ന വേറൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടത്തി തരാൻ കഴിയുന്നവനെ. കാര്യങ്ങളുടെ നടത്തിപ്പിൽ വരുമ്പോഴാണല്ലോ നമുക്ക് ടെൻഷൻ. ഇത് സുവിശേഷം അറിയിക്കുന്നതിൽ മാത്രമല്ല, എന്നെ കേൾക്കുന്ന അപ്പന്മാർ, അമ്മമാർ, ഒരപ്പൻ എന്ന നിലയിൽ നിങ്ങളുടെ വീടിനെ കരുതണം. ഒരമ്മ എന്ന നിലയിൽ കുഞ്ഞുങ്ങളെ വളരെ വഴിതെറ്റുന്ന ഒരു സമൂഹത്തിൽ. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എന്നോട് പറയുമായിരുന്നു, തൻ്റെ മക്കളെ വിദൂര സ്ഥലത്ത് പഠിക്കാൻ വിട്ടു. അവിടെ കൂട്ടുകെട്ടുകളിൽ അവർ വളരെ ഭയന്നാണ് ഇരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കണ്ട ചില മാറ്റങ്ങൾ അവരെ വളരെ അസ്വസ്ഥരാക്കുകയാണ്. ഉടനെ മറ്റു ചിലർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നെങ്ങും വിടണ്ടായിരുന്നു. അപ്പോഴാണ് കേൾക്കുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ തൊട്ടടുക്കൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉണ്ടാകുന്ന, അവർ വഴിതെറ്റിപ്പോകുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലോ കേരളത്തിൽ നിന്ന് മാറി വിദൂരത്തിൽ എവിടെയെങ്കിലോ പഠിക്കുന്നതിനേക്കാൾ വഴിതെറ്റാൻ പറ്റിയ സാഹചര്യങ്ങൾ തൊട്ട് കൈപ്പാങ്ങിൽ അവൈലബിളാണ്. സോ എവിടെയാണ് ഭൂമിയിൽ നമുക്ക് സമാധാനം ഉണ്ടാകുക? അവിടെ ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിലൊക്കെ ഒത്തിരി ആശങ്കകളോടെ ആയിരിക്കും എന്നെ കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് തരുവാൻ എനിക്ക് സ്വന്തമായി വാക്കുകളില്ല. ചെളിയിൽ കിടക്കുന്ന രണ്ട് പേർ തമ്മിൽ സഹായിക്കുന്നത് പോലെയുള്ളൂ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പകർന്നാൽ. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാം ഈ ചെളിപ്പൂണ്ട സ്ഥലത്തൂടെ നടന്ന് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പരസ്പരവും ഒരു കൈത്താങ്ങാകാം എന്നല്ലാതെ ഒരാൾക്കൊരാളെ രക്ഷിപ്പാൻ കഴിയില്ല. എന്നാൽ ഉറപ്പുള്ള പാറമേൽ നിൽക്കുന്ന ഒരുവന് മാത്രമേ തൻ്റെ കരം നീട്ടി നമ്മളെ സഹായിക്കാൻ സാധിക്കത്തുള്ളൂ. യുഗങ്ങളുടെ പാറ എന്ന് പേരുള്ളവൻ, മൂലക്കല്ല് ഇവൻ തന്നെ എന്ന് പറയപ്പെട്ടവൻ, സിയോനിൽ ഞാൻ ഒരു പാറ നിക്ഷേപിക്കുന്നു എന്ന് ദൈവത്താൽ സാക്ഷ്യം പറയപ്പെട്ടവൻ, ഒരിക്കലും കുലുങ്ങിപ്പോകാതെ ഉറച്ചു നിൽക്കുന്നൊരു പർവ്വതം പോലെ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന അതിശക്തിയായ പാറ, നമ്മുടെ പാറയായ ക്രിസ്തു. കൊരിന്ത്യർ ലേഖനം പറയുമ്പോൾ ആ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ലോക ജനതയ്ക്ക് മുഴുവൻ ഓടി വരുവാൻ, ആശ്വാസം കൊള്ളുവാൻ, നമുക്ക് വേണ്ടി ഒരു കൈ നീട്ടിത്തരുവാൻ, ഉറപ്പുള്ള സ്ഥലത്തുനിന്ന് കൈ നീട്ടിത്തരുവാൻ കഴിയുന്ന പാറയായ ക്രിസ്തു. ആ കർത്താവിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. യോഹന്നാൻ 14:16 ഞാൻ വായിച്ചത്. ഇനി അതിൻ്റെ താഴെ 18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അടുത്ത വാക്യം, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഓ, എന്തൊരു വാക്കാണത്! നമുക്കെന്തിനാ ഈ ലോകത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ജീവിക്കാൻ പേടിക്കുന്നത്? യേശു പറയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവും ലോകത്തില്ല. ഇവിടെ ഒരു ആശങ്കയ്ക്കും വകയില്ല. നിങ്ങളുടെ ജീവിതം ഭാരത്തിലാവും, നിങ്ങളുടെ ജീവിതം അസ്ഥിരതയിലാകും, കാലം മുമ്പോട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ വേണേൽ പറയാമായിരുന്നു. പക്ഷെ സകലവും അറിയാവുന്ന, അന്നും ഇന്നും എന്നും ഒരുപോലെ കാലങ്ങളെ മുഴുവൻ അറിയാവുന്ന,
കാലങ്ങളുടെ അധിപനായ കർത്താവ് പറയുകയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. അഥവാ പരിശുദ്ധാത്മാവ് വരുന്ന ആ കാലഘട്ടത്തിൽ, ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ക്രിസ്തു അന്നേ പറഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടും, നിങ്ങൾ തന്നെയല്ല ജീവിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട്, ഞാൻ നിങ്ങളിലുണ്ട്. നമ്മൾ ഒന്നിച്ചായിരിക്കും ലോകത്തിൽ ജീവിതത്തെ നേരിടുന്നത്. ഇതെന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമല്ലേ. നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ഭൂമിയിൽ ഇനി പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു, ഗലാത്യർ 2:20, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഒരു പുതിയ ജീവിത മാർഗം ആണ് ക്രിസ്തു കാട്ടിത്തന്നത്. യേശുക്രിസ്തു ഒരു മതമേ ഇവിടെ സ്ഥാപിച്ചില്ല, അവനൊരു പുതിയ ജീവിത ശൈലി, മാർഗം. അതുകൊണ്ടാണ് ആദിമകാലത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ മാർഗം കൂടിയവരെന്നായിരുന്നു പറയുന്നത്. മാർഗമാണ് നമ്മൾ കൂടേണ്ടത്, മതമല്ല മാറേണ്ടത്. കുറേ പേരുടെ മതം മാറി ക്രൈസ്തവ മതത്തിൻ്റെ ഭാഗമായാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ കുറേ പേരോട് ഇനി മതത്തിനൊരു മാറ്റവും വന്നില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ ഒരു മാർഗത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ജീവിക്കുന്നൊരു മാർഗത്തിൽ, അടിക്കടിയും തല്ലിന് തല്ലും തിരിച്ചു കൊടുക്കുന്ന മാർഗം വെടിഞ്ഞ് നിന്നെ ഒരു ജഗടത് അടിക്കുന്നവന് ക്ഷമയുടെ ആ മറുജഗട് കാണിച്ചു കൊടുക്കുമ്പോൾ നീ വാസ്തവത്തിൽ പരാജയപ്പെടുകയല്ല, നിന്നെ അടിച്ചവനെ നീ വിജയിക്കുകയാണ്. നാളെ അവൻ നിൻ്റെ കാലിൽ വീണ് മാപ്പിരക്കും. നിൻ്റെ ശത്രുവായി വന്നവൻ നിൻ്റെ മിത്രമായി മാറും. ക്രിസ്തു കാണിച്ചതൊരു മാർഗമാണ്. ഈ പ്രതിസന്ധികളുടെ ലോകത്ത് കർത്താവ് പറഞ്ഞ എല്ലാം ചിലർ തനിക്കായിട്ട് തന്നെ അക്യുമുലേറ്റ് ചെയ്തെല്ലാം തൻ്റേതാക്കി സ്വത്തും സമ്പത്തുമെല്ലാം കരുതി കൂട്ടി വെക്കാൻ ശ്രമിക്കുമ്പോൾ നേടാൻ നോക്കുന്നവൻ നഷ്ടപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ തത്വങ്ങളൊക്കെ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നതിന് വിരുദ്ധമായിട്ട് തോന്നും. പക്ഷേ സത്യം അതാണ്. പലതും നേടാൻ നോക്കുന്നവൻ നഷ്ടപ്പെട്ടവനാണെന്ന് പിടികിട്ടും. ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നമ്മളത് പിടികിട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ എൻ്റെ നാമം നിമിത്തം വിട്ടുകൊടുക്കുന്നവൻ സകലവും നേടും. അങ്ങനെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഒരു കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന കുടുംബജീവിതമെല്ലാം ഒരു ഉടമ്പടി, ഒരു കോൺട്രാക്റ്റാണ്. വ്യവസ്ഥകളുടെ മേലാണ് സ്ഥാപിക്കുന്നത്. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ്, നീ എനിക്ക് ചെയ്യേണ്ട നിൻ്റെ കടപ്പാടുകളൊക്കെ നിർവഹിച്ചാൽ ഞാൻ നിനക്ക് ചെയ്യേണ്ട കടപ്പാടുകൾ അങ്ങോട്ടും ചെയ്താൽ ചെയ്യാം. എന്നാൽ ക്രിസ്തു വിഭാവനം ചെയ്ത ആ സ്നേഹത്തിൻ്റെ ആ കുടുംബജീവിതത്തിൽ അതെന്താണെന്ന് ചോദിച്ചാൽ, നീ എനിക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തില്ലെങ്കിലും സ്റ്റിൽ ഐ വിൽ ലവ് യു, ഞാൻ പിന്നെയും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇതല്ലേ ക്രിസ്തു നമ്മളോട് ചെയ്തത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനാണ് ഭർത്താവിനോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്നേഹവും ഇഷ്ടവും രണ്ടും രണ്ടാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യങ്ങൾ, ഇഷ്ടപ്പെട്ട എല്ലാവരും കല്യാണം കഴിക്കുന്നു. പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇഷ്ടം തീർന്നു, സ്നേഹമെന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യങ്ങൾ ഇതാ നിനക്ക് വേണ്ടി ഞാൻ വെടിയുന്നു. അത് സാക്രിഫൈസാണ്, അത് സബ്മിഷനാണ്. അതാണ് ക്രിസ്തു കാണിച്ചു തന്നത്. നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ് ഞാനും നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി അവൻ യാഗമായി അടികൊണ്ട് മരിക്കുകയാണ്. അതാണ് ക്രിസ്തു കാണിച്ച പുതിയൊരു മാർഗം. തെറ്റുള്ളവനെ ശിക്ഷിക്കുകയല്ല, തെറ്റുകാരനെ അവൻ്റെ തെറ്റുകൾ എക്സ്പോസ് ചെയ്യല്ല. പഴയ നിയമകാലത്ത് മോശ ചെയ്തത്, ന്യായപ്രമാണം ചെയ്യുന്നത് പാപിയുടെ പാപത്തെ എക്സ്പോസ് ചെയ്യുക. പക്ഷെ ക്രിസ്തു ചെയ്തത് സ്നേഹത്തിൽ പാപിയുടെ പാപത്തെ മറയ്ക്കുകയാണ്. അതാണ് പത്രോസ് പറയുന്നത്, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, സ്നേഹം മുൻകഴിഞ്ഞ തെറ്റുകൾ കണക്ക് സൂക്ഷിക്കുന്നില്ല. 1 കൊരിന്ത്യർ 13:5-6 അതെല്ലാം മായിച്ചു കളയുകയാണ് ക്രിസ്തു. അങ്ങനെ നമ്മൾ മഹാപാപികളും ദോഷികളുമായ നമ്മളെ, വ്യഭിചാരികളെ, കള്ളന്മാരെ ഒക്കെ കർത്താവ് മാറ്റിയത്, ഇവൻ കുഴപ്പക്കാരനാണെന്ന് മോശ വിളിച്ചു പറഞ്ഞപ്പോൾ, കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ, ക്രിസ്തു സ്നേഹം കൊണ്ടവരെ മറച്ചു കഴിഞ്ഞപ്പോൾ, ആ നിയമത്തിന് ചെയ്യാൻ കഴിയാഞ്ഞ രൂപാന്തരം സ്നേഹം മനുഷ്യരിൽ വരുത്തുകയാണ്. അതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. നമ്മുടെ വീടുകളിൽ നമ്മുടെ പിള്ളേരെ കണ്ടമാനം തല്ലിയാലൊന്നും അവർ നന്നാകില്ല. കുടുംബജീവിതത്തിൽ ഭർത്താവും ഭാര്യയും പോരടിച്ചാലും നന്നാകില്ല. പക്ഷേ തെറ്റുപറ്റുമ്പോഴും സ്നേഹിക്കുന്ന ഒരു പുതിയ മാർഗമാണ് കർത്താവ് കാണിച്ചത്. ഒരു പുതിയ ജീവിത സരണി, ഒരു പുതിയ ജീവിത മാർഗം തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്കും എനിക്ക് സാധിക്കും. ആ മാർഗം മറ്റാരുമല്ല, യേശു തന്നെയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഈ ലോകത്തിലൊരു വഴി ഞാൻ കാണിക്കാം, കൂടാതെ നിത്യതയിലേക്കുള്ളൊരു വഴിയും കൂടെ ഞാൻ കാണിക്കാമെന്നാണ് യേശു പറയുന്നത്. മരണത്തിനപ്പുറത്തേക്ക് പോകണ്ടേ. യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ
മരിച്ചാലും ജീവിക്കും. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ സാധിക്കുകയില്ല. അതൊരു അഹങ്കാരത്തിൻ്റെ വാക്കല്ല, ഒരു സത്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ 14 തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് പോയ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു വീണ്ടും വരും. അതിൻ്റെ ലക്ഷണങ്ങളാണ് ലോകത്തെല്ലാം കാണുന്നത്. ഇന്ന് കാണുന്ന മുഴുവൻ അരക്ഷിതാവസ്ഥകളും മുഴുവൻ സംഭവങ്ങളും ക്രിസ്തു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. യഹൂദൻ അവൻ്റെ നാട്ടിൽ മടങ്ങി വരും. എന്തൊരു അത്ഭുതമല്ലേ! നമ്മുടെ 20 വർഷം മുമ്പ് ഇവിടുന്ന് അമേരിക്കയിൽ പോയവരിനി ആരും മടങ്ങി വരില്ല. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു, ഈ ജനം ഭൂമിയിൽ ചെതറും. കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ വരെ വന്നില്ലേ? ഇവർ തിരികെ അവരുടെ നാട്ടിൽ വരുന്നത് കാണുമ്പോൾ ഓർത്തോണം, ഐ എം അറ്റ് ദ ഡോർ, ഞാൻ വാതിൽക്കലായിരിക്കും. ഈ പുതുവർഷത്തിൽ, പുതു കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഒട്ടും കലങ്ങണ്ട. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവരോട് പറയുമ്പോൾ ലോകത്തിലാകെ പ്രതിസന്ധികളൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ലൂക്കോസ് 21 വായിക്കുകയാണ്. ലോകത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ അന്ത്യകാലത്ത് ഇതെന്താ സംഭവിക്കാൻ പോകുന്ന ലോകത്തിനെന്ന് വിചാരിച്ച് ജനങ്ങൾ നിർജീവരാകും, അവർക്ക് അന്ധാളിപ്പുണ്ടാവും. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്കുന്ന മക്കൾ ഭയപ്പെടേണ്ട. ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം, ഞാൻ വന്ന് നിങ്ങളെ ചേർക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ദിവസം സമാഗതമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, പുതിയ വർഷത്തിൻ്റെ പുതിയ നാളുകൾ ചുവട് വെക്കുമ്പോൾ ഒറ്റയ്ക്ക് ചുവട് വെക്കരുത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഈ വർഷത്തിൻ്റെ എല്ലാ ദിവസവും കൂടെ കാണും. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. പരിശുദ്ധാത്മാവെന്ന വേറൊരു കാര്യം നടത്തിപ്പുകാരനെ കൂടെ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഓരോ ദിവസങ്ങളും വരാനുള്ള ലോകവും ഒരുപോലെ പുത്തൻ പ്രതീക്ഷകളുമായി സന്തോഷത്തോടെ യേശു കർത്താവിൻ്റെ കരം പിടിച്ച്, ആ കുഞ്ഞുങ്ങളെ കയ്യിൽ അപ്പനും അമ്മയും തൂക്കിപ്പിടിച്ച് മാർക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടി പോകുന്ന കാണാൻ മേലെ തിരക്കുള്ള വഴിയിലായാലും ഇതുപോലെ ഒരു കൈയിൽ യേശുവിൻ്റെ കയ്യിലും മറുകൈ പരിശുദ്ധാത്മാവിലും പിടിച്ചുകൊണ്ട് ആ കുഞ്ഞുമോൻ തുള്ളിച്ചാടി പോകുന്ന പോലെ തിരക്കേറിയ ഈ ലോകത്ത് നമുക്ക് പോകാം. യേശു നമ്മുടെ കൂടെയുണ്ട്. നമുക്കൊരു നിമിഷം യേശുവിൻ്റെ കൈകളിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുതുവർഷത്തിൽ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പുതുവർഷം ഞങ്ങൾക്ക് ഭയത്തിൻ്റെ അല്ല, പ്രത്യാശയുടെയാണ്. പുതിയ നാളുകൾ ഞങ്ങൾക്ക് അന്ധാളിപ്പിൻ്റെയും അന്ധകാരത്തിൻ്റെയും അല്ല, വെളിച്ചത്തിൻ്റെയാണ്. ക്രിസ്തുവേ, കർത്താവേ, യേശുവേ, അവിടുന്ന് ഒരു നല്ല അപ്പനായി, നല്ല സഖിയായി ഞങ്ങളുടെ കൈകളിൽ പിടിച്ചിരിക്കാൻ സ്തോത്രം. ഇന്നിത് കേൾക്കുന്ന ഓരോ മക്കളെയും ഞാൻ അവിടുത്തെ കരങ്ങളിൽ തരികയാണ്. ഒത്തിരി പ്രയാസത്തോടെ മുമ്പോട്ട് പോകുന്ന പിതാക്കന്മാർ, അമ്മമാർ, വിദ്യാർത്ഥികൾ, ജോലി ചെയ്യുന്നവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും മറ്റ് രോഗപ്രയാസങ്ങളും ഒക്കെയായി കേൾക്കുന്നവരുണ്ടല്ലോ കർത്താവെ. അവിടുത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവെ, അങ്ങ് പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്നിത് കേൾക്കുന്ന വീട്ടിൽ യേശു ഉണ്ടല്ലോ. യേശുവെ, അവിടുത്തെ കരം ആ മക്കൾക്ക് ഭയമായിരിക്കുന്ന കാര്യത്തിന്മേൽ വരണമേ. ഈ പുതുവർഷത്തിൽ തന്നെ, പുതിയ കാലത്തിൽ തന്നെ അവരുടെ വിഷയങ്ങൾക്ക് വിടുതൽ അവർ കാണട്ടെ. ഭാര്യ-ഭർത്തൃബന്ധം തകർന്നിരുന്ന വ്യക്തികൾ ഈ ദിവസങ്ങൾ വീണ്ടും യുണൈറ്റഡായി തീരട്ടെ. വഴിതെറ്റിയ മക്കൾ മടങ്ങി വരട്ടെ. രോഗപ്രയാസങ്ങളാൽ എന്നെ കേൾക്കുന്നവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കരം വിശ്വാസത്തോടെ ആ രോഗമുള്ള ഭാഗത്തൊന്ന് വെച്ചേ. ആ രോഗമുള്ള ഭാഗത്ത് വയറ്റിൽ വലിയൊരു മുഴയുമായിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ കരം അവിടെ വെച്ചാട്ടെ. യേശു കർത്താവിൻ്റെ അത്ഭുതകരം. ഞാനീ പ്രസംഗിച്ച വാക്കുകൾ വെറും ആശ്വാസവചനമല്ല, കൂടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത് യേശു തെളിയിക്കും. നിങ്ങളുടെ കൈ അവിടെ ഒന്ന് വെച്ച് ആ കൂടെയുള്ളവൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കും. ബ്ലഡ് റിലേറ്റഡ് രോഗങ്ങൾ സൗഖ്യമാകുന്നു, അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു. എല്ലാ വാതിലും അടഞ്ഞെന്ന് പറഞ്ഞിടത്ത് വഴികൾ തുറക്കുന്നു. സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറുന്നു. നിൻ്റെ ബിസിനസ്സിന്മേൽ കർത്താവിൻ്റെ കരം നീളുന്നു. യേശു കൂടെയുണ്ട്. കർത്താവെ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കരം വെച്ചിരിക്കുന്ന സ്ഥാനത്തിപ്പോൾ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ തൃക്കരം നീട്ടിയതിനായി സ്തോത്രം. വലിയ വിടുതലിനായി സ്തോത്രം. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ, സർവ്വനന്മകളാലും നിറച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ, ആനന്ദ നൃത്തത്തിൻ്റെ ഒരു പുതുവർഷം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. കാരണം യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നമ്മൾ ഒറ്റയ്ക്കല്ല. യേശുവിൻ്റെ കൈ പിടിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ കൈ പിടിച്ച് നമ്മുടെ മുമ്പേ കേട്ടവരൊരു കുഞ്ഞു കുട്ടികൾ തുള്ളിച്ചാടി തിരക്കേറിയ റോഡിലും പോകുന്നത് പോലെ
നമുക്കൊരു ജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് കടക്കാം. സോ അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.